300 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ ഒരു മേട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? നമ്മൾ ഇന്നുള്ളത് പാലാ പൊൻകുന്നം റോഡിലുള്ള പൈക ടൗണിലാണ്. പൈകയിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് പിണ്ണാക്കനാടിന് കിടക്കുന്ന റോഡാണ് കേട്ടോ ഇത്. ഈ റോഡിലൂടെ ഏകദേശം 2 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അമ്പലവയൽ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുവേ. വണ്ടി വഴിയിൽ ഒതുക്കിയിട്ട് നമുക്ക് ഈ പാടവരമ്പത്തൂടെ നടന്ന് മേടയുടെ അടുത്തേക്ക് പോകാവേ. നാട്ടുപ്രദേശത്തെ വഴികളിലൂടെയൊക്കെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം അല്ലേ. ഇത് കണ്ടോ, ജാതിക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത്. അവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന പൂക്കളൊക്കെ കണ്ടു. മുറ്റത്തൊക്കെ മരത്തിലൊക്കെ കൊടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പാടത്തിന്റെ സൈഡിൽ കൂടെ ഇത് ഈ ഒരു ചെടിയിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ചെമ്പകപ്പൂവൊക്കെ നിൽക്കുന്നതാണ്, നല്ല രസമല്ലേ. ഇതൊരു കൈതത്തോട്ടമാണ്. ഞങ്ങളുടെ നാട്ടിൽ പൈനാപ്പിളിന് കൈതച്ചക്കാന്ന് കേട്ടോ പറയുക. ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന് പറയുന്നത്. കൈതത്തോട്ടത്തിന്റെ ഒത്തു നടുക്ക് നിൽക്കുന്ന ഒരു ആഞ്ഞിലിമരമാണ് കേട്ടോ ഇത്. ധാരാളം നെൽകൃഷികളൊക്കെ ഉണ്ടായിരുന്ന ഒരു പാടമാണ് കേട്ടോ ഈ കാണുന്നത്. കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഒരു മേട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു പഴക്കം ചെന്ന മേട. ശരിക്കും പറഞ്ഞാൽ പാടത്തിന്റെ സൈഡിൽ ഈ ഒരു മേട കാണാനായിട്ട് തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. 300 വർഷം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും പഴയ കാലത്തെ ആ ഒരു മരപ്പണികളൊക്കെ കണ്ടോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഇടം കൂടിയാണ് കേട്ടോ ഈ ഒരു മേട. ഈ ഒരു മേടയുടെ പുറകിൽ കൂടെ ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ ബാക്ക് സൈഡിലായിട്ടൊരു കൈതത്തോട്ടം ഉണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു പ്ലേസ് കൂടിയാണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കളി ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഷാപ്പാണെന്നാണ് കേട്ടത്. ഞാൻ ട്രൈ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ.